ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്കായി ദാനം തന്ന അമിഹാലൊരു സ്തോത്രം, അല്ലെങ്കിൽ അനുഗ്രഹിച്ച് തന്ന ഈ ഒരു നല്ല പകലിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസം നമുക്ക് ഉപവാസമായി സഭയായി ദൈവമക്കൾക്കായി ഇരിക്കുവാൻ ദൈവം കൃപ നൽകി. സ്തോത്രം. ഇത് 3-ാം ദിവസത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. സ്തോത്രം. ഈ 3-ാം ദിവസം കർത്താവ് നമുക്ക് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ദൂതുകളെല്ലാം പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത് അനുഗ്രഹത്തോട് പ്രാപിച്ച് ആ അനുഗ്രഹ സാക്ഷ്യത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോ കുടുംബത്തെയും സഭയും ദൈവജനത്തെയും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ കേട്ട ദൈവത്തിന്റെ വചനത്തിനകത്ത് സ്തോത്രം ഒരു കാര്യത്തോടും പറഞ്ഞ് അമ്മയുടെ സ്തോത്രം പുതിയ വചനഭാഗത്തിലേക്ക് നമുക്ക് കയറാം. സ്തോത്രം. ഇന്നലെ കേട്ട ദൈവത്തിന്റെ വചനത്തിനകത്ത് അബ്രഹാം പിതാവ് യാഗമർപ്പിക്കുവാൻ ദൈവം പറഞ്ഞു. യാഗമർപ്പിക്കുവാൻ വേണ്ടി വന്നിരുന്നപ്പോൾ പക്ഷികളെ മാത്രം നടുവെ പിളർന്നില്ല, ബാക്കിയുള്ളതിനെ എല്ലാം നടുവെ പിളർന്നു. അതുകൊണ്ട് സ്തോത്രം അബ്രഹാം പിതാവിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ തലമുറ നിന്റെ തലമുറകൾ നീ അറിയാത്ത നാട്ടിൽ 400 വർഷത്തോളം എന്ത് ചെയ്യും? അടിമകളായി സേവിക്കേണ്ടവർ. ഞാൻ ഓർക്കുക, അബ്രഹാം ചെയ്ത ഒരു തെറ്റിന് തലമുറയ്ക്ക് അമികാലി സ്തോത്രം ആ പ്രതികൂലം അനുഭവിക്കേണ്ട വന്നു, അല്ലയോ? അനുഭവിക്കേണ്ട വന്നു. സ്തോത്രം. അപ്പൊ ദൈവത്തെ അറിയുന്ന ദൈവമക്കളായ നമ്മൾ നമ്മുടെ തലമുറകളെ യഥാർത്ഥമായ ദൈവവചനപ്രകാരം നമ്മൾ കൊണ്ടുപോയില്ല എങ്കിൽ തലമുറ അപ്രതികൂലം അനുഭവിക്കും. സ്തോത്രം. നമ്മൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഭൂമിയിലുള്ള നന്മകളുണ്ട് ദൈവം നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ തലമുറ അനുഗ്രഹിക്കും. നമ്മള് സ്തോത്രം കർത്താവിന് വേണ്ടി പട്ടിണി കിടന്നും അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും എല്ലാം അനുഭവിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറ ദൈവസന്നിധി വന്നില്ലെങ്കിൽ പോലും അവർ ദൈവം അവരെ അനുഗ്രഹിക്കും. പക്ഷേ സ്തോത്രം അവര് വന്നില്ല എങ്കിൽ അവരതിന്റെ ശിക്ഷയും അവരുടെ അടുത്ത തലമുറ എന്ത് ചെയ്യും? അനുഭവിക്കേണ്ടി വരും. ഞാൻ ദൈവസന്നിധി വന്നിട്ട് ഞാൻ ദൈവത്തെ വിട്ട് വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആരനുഭവിക്കേണ്ടി വരും? എന്റെ തലമുറകൾ അനുഭവിക്കേണ്ടി വരും. ചിലപ്പം എനിക്ക് ഞാൻ രക്ഷപ്പെട്ടു പോകും. കാര്യം ദൈവം എന്നിൽ ചില നല്ല പ്രവൃത്തികളെല്ലാം കണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ കണ്ട ചില വിശ്വാസത്തിന്റെ ജീവിതം കണ്ട് ചിലപ്പോൾ ദൈവത്തിന് എന്നോട് ദയ തോന്നി ചിലതിൽ നല്ല എന്നെ അങ്ങ് വിടും. പക്ഷെ അടുത്ത തലമുറയ്ക്ക് എന്ത് ചെയ്യണം? അതൊരു ചോദ്യചിഹ്നമാണ്. അടുത്ത തലമുറ ഞാൻ അതുകൊണ്ട് എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മളെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചതിന് 4 ഇരട്ടി വിശ്വാസം ആർക്കുണ്ടാവണം? എന്റെ തലമുറയ്ക്ക് ഉണ്ടാവണം. അപ്പോഴ് അവരെ നിശ്ചയമായി എന്ത് ചെയ്യും? ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ഒന്ന്, അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാമിന് ഒരു പ്രതികൂലം സംഭവിച്ചില്ല. ആ ദൂത് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് അബ്രഹാമിന്റെ സ്തോത്രം ജീവിതകാലത്ത് ഒരിക്കലും അബ്രഹാമിന് ആ ദൂതിനകത്തുള്ള പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ആരനുഭവിച്ചില്ല? അബ്രഹാം അനുഭവിച്ചില്ല. കണക്ക് കൂട്ടിക്കോണം. അതുകൊണ്ട് ആ പുതിയ നിയമസഭയ്ക്കകത്ത് പറയുന്ന ഒരു വാക്യമാണ് ഈ സ്തോത്രം. അബ്രഹാം പിതാവ് യാഗം അർപ്പിച്ചപ്പോൾ പിളർക്കാത്തതിനെ കുറിച്ച് പുതിയ നിയമത്തിനകത്തൊരു വാക്യമുണ്ട്. എന്തുകൊണ്ടറിയാമോ? പുതിയ നിയമത്തിനകത്തുള്ള ഒരു വാക്യമാണ്, നീ മനുഷ്യനോട് ചെയ്യുന്ന സകല പാപവും ഞാൻ ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപത്തെ ഞാൻ എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. അത് വലിയൊരു പോയിന്റ്. ആ വാക്ക് ചിന്തിച്ചോണം. മനുഷ്യനോട് ചെയ്യുന്ന സകല പാപവും, ദൈവത്തിന്റെ സ്വരൂപത്തിലെ മനുഷ്യനുണ്ടായിരിക്കുന്നത്, നീ മനുഷ്യനോട് ചെയ്യുന്ന സകല പാപവും നീ ഏറ്റു പറഞ്ഞാൽ ഞാൻ അങ്ങ് ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ട് ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വില കൊടുക്കാതെ എന്റെ ബുദ്ധി അനുസരിച്ച് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വില കൊടുക്കേണ്ടി വരും. വില കൊടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. പഴയ നിയമത്തിനകത്ത് പറയുന്നു, അബ്രഹാം പിതാവ്, ഞാൻ ചിന്തിച്ചപ്പോ അബ്രഹാം പിതാവിന് അതിന്റെ ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വന്നില്ല. ദൂത് കേട്ടാരാ? അബ്രഹാം പിതാവ്. അബ്രഹാം പിതാവ് അത് സന്തോഷത്തിൽ പോയി, ദൂതും കേട്ട് അനുഭവിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചു. ഇസ്ഹാക്ക് വന്നു, 2ാമത്തെ തലമുറ വന്നു. ഇസ്ഹാക്കിനും ഇതുമായിട്ട് ഒരു ബന്ധവും അനുഭവിച്ചില്ല. എല്ലാം ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ആര് പോയി? ഇസ്ഹാക്ക് പോയി. സ്തോത്രം. അടുത്തത് വരുന്നു, ഇസ്ഹാക്കിന്റെ മകൻ വരുന്നു, യാക്കോബ് വരുന്നു. യാക്കോബും
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഷ്ടമോ പ്രയാസമോ അനുഭവിച്ചില്ല. വല്യപ്പനോട് പറഞ്ഞ ദൂതനെ പ്രയാസമോ, ദൂത് പറഞ്ഞ രീതിയിലുള്ള പ്രയാസമോ സങ്കടങ്ങളോ ആരനുഭവിച്ചില്ല? യാക്കോബും അനുഭവിച്ചില്ല. കാര്യം എന്തുവാ? ഇവരെല്ലാം ദൈവത്തിന്റെ റൂട്ടിൽ തന്നെ വരുന്നത്. ദൈവത്തിന്റെ റൂട്ടിലാണ്. എവിടെ വിട്ടാലും ദൈവത്തിന്റെ റൂട്ടിന് അപ്പുറത്തോട്ട് ഇവർ പോകത്തില്ല. ചിന്തകൾക്ക് അപ്പുറത്തോട്ട് കർത്താവിന്റെ റൂട്ടിൽ നിൽക്കുക. അടുത്ത തലമുറ വന്നു, യോസേഫ്. നാലാമത്തെ തലമുറ വന്നു. നാലാമത്തെ തലമുറയിൽ അപ്പന്റെ അല്ലെങ്കിൽ വെല്ലുപ്പച്ചനോട് ദൈവം പറഞ്ഞ ദൂതൊന്നും അവരുടെ ജീവിതത്തിനകത്തും അനുഭവിക്കേണ്ട വന്നില്ല. കാര്യം ദൈവം വെല്ലുപ്പച്ചന് കൊടുത്ത അനുഗ്രഹങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്, വിടുതലുകളും അത്ഭുതങ്ങളും അനുഭവിച്ചിരുന്നത്, ഭർത്താവ് പറഞ്ഞ ദൂതുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നക്ഷത്രം, നീ ഭൂമിയിലേക്ക് സ്തോത്രം പുറത്തേക്ക് ഇറങ്ങി, നീ നോക്കുമ്പോ ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമോ, അതുപോലെ തന്നെ തലമുറ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം അങ്ങനെ തലമുറയായി വരുവോ. യോസേഫിന്റെ മക്കൾക്കും ഈ പ്രതികൂലമായ പ്രയാസങ്ങളൊന്നും അനുഭവിച്ചില്ല. അവരുടെ അടുത്ത തലമുറയ്ക്കും ഈ പ്രതികൂലമുള്ള പ്രയാസങ്ങളൊന്നും അനുഭവിച്ചില്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, യോസേഫാണ് ആരെ കൊണ്ടുവരുന്നത്? ഇസ്രായേൽ ജനത്തെ എവിടേക്ക് കൊണ്ടുവരുന്നത്? ഫറവോന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്, മിസ്രൈമിലേക്ക് കൊണ്ടുവരുന്നത്. ആരാ? യോസേഫാ. കാര്യം മിസ്രൈമിലായിരുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ, മറ്റുള്ള ദേശങ്ങളിലെല്ലാം ക്ഷാമമുള്ളപ്പോൾ ക്ഷാമമില്ലാത്തൊരു സ്ഥലം എവിടായിരുന്നു? ഈ സ്തോത്രം എവിടായിരുന്നു? മിസ്രൈമില, ഫറവോന്റെ അടുത്തായിരുന്നു. കാര്യം യോസേഫ് ഫറവോന്റെ മന്ത്രിയായി തീർന്നപ്പോൾ ദൈവത്തിന്റെ പൈതൽ എവിടെ ഇരിക്കുന്നു അവിടെ അനുഗ്രഹപ്പെടും. അനുഗ്രഹം കിടക്കുന്ന ആരുടെയല്ല? യോസേഫിന്റെ മേല. ആ യോസേഫ് ഇരിക്കുന്ന ദേശം അനുഗ്രഹപ്പെട്ടു. ദൈവം അവന് ബുദ്ധി കൊടുത്തു, ജ്ഞാനം കൊടുത്തു. മറ്റുള്ള രാജ്യക്കാരും ദേശക്കാരെല്ലാം ഫറവോന്റെ അടുത്ത് വരണം, ധാന്യം മേടിച്ചോണ്ട് പോവാൻ. ആ രീതിയിലേക്ക് സമ്പന്നരാക്കി. ഫറവോൻ എങ്ങനെ സമ്പന്നനായത്? മിസ്രൈം സമ്പന്നനായങ്ങനെ യോസേഫിനെ ഇരുത്തേണ്ട സ്ഥാനത്ത് ഫറവോൻ കൊണ്ട് ഇരുത്തിയപ്പോൾ എന്ന് രാജാവ് എന്നൊരു പദവി മാത്രമേ ഉള്ളൂ ഫറവോന്. ബാക്കിയുള്ള സകല അധികാരവും ആർക്കാ കൊടുത്തിരിക്കുന്നത്? യോസേഫിനാണ്. ആ അധികാരത്താൽ ദൈവം യോസേഫിനെ അനുഗ്രഹിക്കുന്ന അനുസരിച്ച് മിസ്രൈമിനെ അനുഗ്രഹിച്ചു. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നു, യോസേഫിന്റെ തലമുറയ്ക്ക് അബ്രഹാം പറഞ്ഞ ആ പ്രതികൂലമോ പ്രയാസമോ അനുഭവിക്കേണ്ട വന്നില്ല. അടുത്ത ജനറേഷൻ അനുഭവിക്കേണ്ട വന്നില്ല. അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ദൈവവചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവവചനത്തിനകത്തും അവസാനം പറയുന്നു, യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നു, ഫറവോൻ വന്നു. എന്ന് മിസ്രൈമിനെ ഭരിക്കുന്ന രാജാവ് വന്നപ്പോൾ യോസേഫ് ഈ രാജ്യത്തിലുള്ളപ്പോൾ നന്മകളോ അല്ലെങ്കിൽ ഈ രാജ്യത്തിലുള്ള സ്തോത്രം ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളോ ഒന്നും ആർക്കറിയത്തില്ല, ആ രാജാവിന് അറിയത്തില്ല. രാജാവ് ഒന്ന് നോക്കിയപ്പോൾ ഇസ്രായേൽ ജനം പെരുകി എന്ന് പറഞ്ഞാൽ 15-ാം അധ്യായത്തിനകത്ത് അബ്രഹാമിനോട് പറയുന്ന വാഗ്ദത്തം ഇവിടെ പൂർത്തീകരിക്കുക. എന്തുവാ? സ്തോത്രം, നക്ഷത്രത്തിന്, ആകാശത്തിന്റെ നക്ഷത്രത്തിന് എണ്ണുവാൻ കഴിയുമോ അതുപോലെ നിന്റെ തലമുറയാവും. ഫറവോൻ വന്നു. ആ രാജാവിന് യോസേഫ് എന്ന് പറയുന്ന ആളിനെ അറിയത്തില്ല. വന്നപ്പോ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് നമ്മളെ ജനമല്ല. അവൻ നോക്കിയപ്പോ എന്തുവാ? നമ്മളെ ജനത്തിനാട്ടി ബലമുള്ള ശക്തിയുള്ള ജനമാണ്. ആരാ? എന്റെ രാജ്യത്തിനകത്ത് വസിക്കുന്ന, പരദേശിയായിട്ട് വസിക്കുന്ന ഇസ്രായേൽ ജനം. അപ്പോഴാണ് അവനാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ആരെ പീഡിപ്പിക്കാൻ തുടങ്ങി? അന്ന് അബ്രഹാമിനോട് പറഞ്ഞത് 400 വർഷം മറ്റൊരു രാജ്യത്തിൽ നിന്റേതല്ലാത്ത ആൾക്കാർ സ്തോത്രം ഒരു രാജ്യത്തിൽ ചെന്നു, അവർക്ക് അടിമ വേല ചെയ്യുന്നവർ. അപ്പൊ ഇത് ചെയ്യേണ്ട വന്നത് എന്താണെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഈ ദൂതെന്ന് കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, പരീക്ഷ വരുന്ന മുമ്പേ ആർക്ക് പരിഹാരം വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ വിടുതലുകളെല്ലാം ആര് വെച്ചിട്ടുണ്ട്? ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ തേടി പോകണ്ട. നമ്മൾ ദൈവസന്നിധി വിശ്വസ്തയോട് ഇരുന്നാൽ മതി, വിടുതൽ കിട്ടും. എനിക്കൊരു കാര്യം മനസ്സിലാക്കി, ഇസ്രായേൽ ജനം പെരുകി, ഇസ്രായേൽ ദേശത്ത് പെരുകി കഴിഞ്ഞപ്പോ യോസേഫോ അല്ലെങ്കിൽ യോസേഫിന്റെ മക്കളോ ദൈവത്തോട് കാണിച്ച അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ഉള്ള ബന്ധത്തിൽ പ്രകാരമല്ല ഇവരെല്ലാം നിന്നേ. ഇവരെല്ലാം പാപം ചെയ്യാൻ തുടങ്ങി. ഇസ്രായേൽ ജനത്തെ നോക്കി അവർ ചെയ്യുന്ന പാപങ്ങളെല്ലാം കണ്ട് ഇവരും അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്തുടരാൻ തുടങ്ങി. കാര്യം എന്തുവാ? ദൈവത്തെ മറന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കും അവരുടെ ആഘോഷങ്ങൾക്കും എല്ലാം ഇവരും ദൈവത്തെ മറന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്തിരിയാൻ തുടങ്ങി. ആ സമയത്തായപ്പോഴാണ് ആരും ദണ്ഡിപ്പിക്കാൻ തുടങ്ങിയത്? യഹോവയായ ദൈവം അന്നത്തെ ദൂത് ഇവിടെ നിവർത്തിയാക്കാൻ തുടങ്ങിയത്. പക്ഷെ അബ്രഹാം നിൽക്കുന്നത് പോലെ അന്ന് ഈ ജനവും ദൈവസന്നിധി നിന്നായിരുന്നെങ്കിൽ ഇവർക്കും എന്ത് ചെയ്യത്തില്ലായിരുന്നു? അടിമയാവേണ്ട വരത്തില്ലായിരുന്നു. ഇവരും ആ ദേശത്തിലെ നന്മ അനുഭവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് അബ്രഹാമിനോട് പറയുന്ന ഒരു ദൂത ശ്രദ്ധിക്കേണ്ടത്, ഒരു രാജ്യത്തിനകത്ത് അടിമയായിട്ട് പോയ വ്യക്തി
സ്തോത്രം. തിരിച്ചു പോകുമ്പോൾ ആ രാജ്യത്തിന്റെ ആട്ടെ വലിയ നന്മയോടായിട്ട് തിരിച്ചു. അതൊരു അസാധ്യമായ കാര്യം ആണോ? ആണോ? ഇപ്പൊ ഇന്ത്യക്കകത്ത് അമേരിക്കക്കാരൻ വന്ന് അടിമയായിട്ട് കിടക്കും. അവൻ പോകുന്ന സമയത്ത് അവൻ എങ്ങനെങ്കിലും പോയാൽ മതി. അടിമയെന്ന് പറയാൻ എന്തുവാ, എങ്ങനെങ്കിലും പോയാൽ മതി. പക്ഷെ അവൻ പോകുന്ന സമയത്ത് ഇന്ത്യയുടെ സമ്പത്തും കൂടെ പോകുന്നെങ്കിൽ ഇന്ത്യയുടെ കാര്യം എന്തുമായിരിക്കും? പോക്കാം. അതേപോലെ മിസ്രൈമിന്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ഫറവോൻ 10 ബാധ കഴിച്ചിട്ട് മാറാതെ 10ാമത്തെ ബാധ കഴിച്ചിട്ട് ദൈവജനത്തെ വിട്ടിട്ട് ഇതിനെ പിന്തുടർന്നത് അതുകൊണ്ടാണ്. ഈ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്തോത്രം. അവന് ആ പൊരുൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. പക്ഷെ എന്തുവാ, മിസ്രൈം അവിടെ വട്ടപൂജ്യമായി. സ്തോത്രം. അതേപോലെ നമ്മളെ ദൈവമക്കള് നമ്മളെ സ്തോത്രം ഒരു ഉദാഹരണം കണക്കിട്ട് കഴിഞ്ഞാൽ നമ്മളെ ദൈവമക്കളുടെ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തുള്ള ജോലിയാ വിദേശത്ത് ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്നത്, ശമ്പളം കൊടുത്തിരിക്കുന്നത്. ആ രാജ്യത്തിലെ അവരുടെ തലമുറകൾക്ക് പോലും കിട്ടാത്തതാ ആര് പോയി കഴിച്ചുകൊണ്ട് വരുന്നത്? നമ്മളെ തലമുറകൾ പോയി കഴിച്ചുകൊണ്ട് വരുന്നത് അല്ലയോ? പല വിദേശത്ത് ആ സ്തോത്രം ഒരിക്കലും അവരുടെ യോഗ്യതകൾക്കല്ല അപ്പുറത്തെ ജോലി, അപ്പുറത്തെ ശമ്പളം അവർ മേടിക്കുന്നത്. കാര്യം എന്തുവാ? അത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ നീതിയാണ്. സ്തോത്രം. അപ്പോൾ മിസ്രൈമിൽ നിന്ന് ആരെ കൊണ്ടുവരുക? ഫറവോന്റെ പിടിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഈ ദൂത് അബ്രഹാമിനോട് പറഞ്ഞിട്ട് ജനറേഷൻ എത്ര കഴിഞ്ഞിട്ടാണ് ഈ ദൂത് വന്നത്? ഇതേപോലെ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ദൈവം അതിനകത്ത് ഒരു മാറ്റവും. അല്ലാതെ നമ്മൾ അടുത്ത ജനറേഷനല്ല കൊടുക്കുന്നത്. നമ്മളോട് പറഞ്ഞ ദൂത് നമുക്ക് തരും. നമ്മുടെ ജനറേഷനുള്ള ദൂത് അവർക്ക് ദൈവം കൊടുക്കും. അവർ വിശ്വസ്തയോട് നിൽക്കുന്നെങ്കിൽ അവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ ദൂത് നമ്മൾ വിശ്വസ്തയോട് നിന്നെങ്കിൽ ആ ലോകപരമായുള്ള എല്ലാ നന്മ അനുഗ്രഹവും ആർക്ക് വരും? നമ്മുടെ തലമുറയ്ക്ക് വരും. പക്ഷെ ആ തലമുറയും അതേപോലെ വിശ്വസ്തയോട് നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായി എന്ത് ചെയ്യും? അവരുടെ അടുത്ത തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൈമാറി അനുഭവിക്കാൻ പറ്റും. ലോകത്തിന്റെ നന്മയല്ല ഏറ്റവും വലിയ ദൂതെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മളെ പേരിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദൂത്. അതാണ് നമ്മൾ എന്ത് ചെയ്യട്ടെ? പ്രാപിക്കേണ്ടത്. ഇന്ന് ഞാനൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തെന്നോ അന്യഭാഷ എന്തെന്നോ അറിയാത്തൊരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ മഹത്വം അറിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ മഹത്വം അറിയണമെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയണം. കാര്യം എന്തുവാ? അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യത്തില്ല? നഷ്ടമാക്കത്തില്ല. സ്തോത്രം. ഇന്ന് പാരമ്പര്യ സഭയ്ക്കകത്തായാലും സ്തോത്രം, ഇന്ന് ഏറ്റവും വലിയ ഹോപ്പ് ഉള്ളത് ആയ കോഴ്സ് ഞാൻ പച്ചയ്ക്ക് പറയുക, ഏറ്റവും പ്രയോജനമുള്ള സ്തോത്രം ഭാവി സുരക്ഷിതമാവുന്ന കോഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ മെഡിക്കൽ കോഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മറ്റുള്ള IT കോഴ്സൊന്നും അല്ല. ഏറ്റവും വലിയ അനുഗ്രഹപ്പെടേണ്ട കോഴ്സാണ് ബൈബിൾ കോളേജ് പോകുന്നത്. ഇന്ന് ഏറ്റവും കുറവ് അവിടാണ് ഏറ്റവും അനുഗ്രഹപ്പെടാൻ പോകുന്നത്. പക്ഷേ ദൈവം അവരെ പഠിച്ച് പുറത്തിറക്കുന്നത് ലണ്ടനിലോ കാനഡയിലോ അമേരിക്കയിലോ പാസ്സാവാനല്ല. ഈ കേരളത്തിനകത്തുണ്ടെങ്കിൽ കേരളത്തിനകത്ത്, നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ വേറെ ഒരുപാട് കിടപ്പുണ്ട്. ഇവിടെ തന്നെ ചെയ്യാനുണ്ട്. സ്തോത്രം. അതേപോലെ തന്നെ കേരളത്തിനകത്ത് ഇനി ഈ ഒരു ഘട്ടത്തിനുള്ള പ്രായമുള്ളവരെല്ലാം പാസ്റ്റർമാര് മരിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ വരവ് താമസിക്കണമെങ്കിൽ അടുത്ത ഇറങ്ങുന്ന പുതിയ ജനറേഷനാണ്. ആ പുതിയ ജനറേഷൻ ഇറങ്ങിയിട്ട് വേണം ഈ പാരമ്പര്യത്തെ ഉടയ്ക്കണം. പാരമ്പര്യം എന്ന് പറയുന്ന സത്യയെ ഉടയ്ക്കണം. കാര്യം ഈ സഭ ഉണ്ടായത് വലിയ കണ്ണുനീരോടും വലിയ വില കൊടുത്തും പിതാക്കന്മാര് കണ്ണുനീരും വിലയും കൊടുത്ത ഈ സ്ഥാപനങ്ങൾ ഇത്രയും രീതി കെട്ടിപ്പൊട്ടി വലിയ സഭകളെല്ലാം ഉണ്ടായത്. പക്ഷെ അവര് ഇപ്പോഴത്തെ തലമുറയെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വരുന്ന തലമുറ ഇതെല്ലാം മറന്നുപോയി. അവരിപ്പോൾ ലോകപരമായിട്ടാണ് ജീവിക്കുന്നത്. ഇതിനെ മാറ്റണമെങ്കിൽ പുതിയ തലമുറ കയറി വരണം. പുതിയ തലമുറ ഇറങ്ങി അവിടുത്തെ പാർസായിട്ട് ഇൻചാർജ് ചെയ്ത് അവരെ ഈ പാരമ്പര്യത്തെ ഉടച്ച് പഴയ പിതാക്കന്മാർ കണ്ട ദർശനത്തിലേക്ക് കൊണ്ടുവരണം. അത് ചില കൊണ്ടുവരാൻ ചില പാടാം. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. യഥാർത്ഥമായ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ദൈവസമരെ ആർക്കും വേണ്ട. പ്രസംഗിക്കുന്നവരെ അല്ല, ജീവിക്കുന്നവരെ വേണ്ട. പ്രസംഗിക്കുന്നവരെ കുഴപ്പമൊന്നുമില്ല. പ്രസംഗിച്ചിട്ട് പോയിട്ട് പിറ്റേ ഇറങ്ങി കഴിയുമ്പോഴേ ജീവിതം പഴയ പോലെ ആണെങ്കിൽ അവർ എല്ലാവർക്കും ഇഷ്ടമാണ്. കാര്യം പ്രസംഗമല്ലേ, പുള്ളി നമ്മളെ കൂടെ ഉണ്ടല്ലോ, നമ്മളെല്ലാ കാര്യത്തിലും പുള്ളി ഉണ്ടല്ലോ. പക്ഷേ പ്രസംഗിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നീ ചെയ്യുന്ന തെറ്റാ, ഒരിക്കലും എനിക്ക് ഇതിന് കൂട്ടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരെ ആർക്ക് വേണ്ട? അങ്ങനത്തുള്ള ശുശ്രൂഷന്മാരെ വളർത്തിവിടാൻ
അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആരെല്ലാം വളർത്തിയാലും വളർത്തിയില്ലെങ്കിലും സ്വർഗം അവരെ കാണുന്നുണ്ട്. സ്വർഗം അവർക്കൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇവിടുത്തെ കുറെ ജനത്തെ ഇളക്കപ്പിടിപ്പിക്കാനൊന്നും അല്ല ദൈവം വെച്ചേക്കുന്നത്. അവർ യഥാർത്ഥമായി ജീവിക്കാനാണ് പറഞ്ഞേക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ അവസാനം വരെ ക്രിസ്തുവിന്റെ സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചവനാ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചവനാ, പിന്നാലെ വരുന്നവന്റെ മഹത്വത്തെ കുറിച്ച് പ്രസംഗിച്ചവനാ. അവസാനം കിട്ടിയത് എന്തുവാ? കഴുത്ത് ഛേദിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ എന്തുവാ? സ്വർഗത്തിലെ ഏറ്റവും വലിയ സീറ്റ് ആർക്കായിരിക്കും? യോഹന്നാനാണ്. അപ്പോഴ് കർത്താവിന് വേണ്ടി വില കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? നിശ്ചയമായി തരും. എനിക്ക് ഓർമ്മയുണ്ട്, 15 കൊല്ലം കൊണ്ടൊരു സഭ പിരിച്ചുകൊണ്ടിരിക്കുക. സഭാ ഹോള് പണിയാൻ അനൗൺസ്മെന്റ് ചെയ്ത് കോടികൾ പിരിച്ചുകൊണ്ടിരിക്കുക, ലക്ഷങ്ങൾ പിരിച്ചുകൊണ്ടിരിക്കുക. 15 കൊല്ലമായിട്ട് ഇതുവരെ സഭ കല്ലിട്ടേ ഉള്ളൂ. ഈ കഴിഞ്ഞ ഇടയ്ക്കാവുണ്ട് കല്ലിട്ട് ഇതുവരെ മേപ്പോട്ട് കയറുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. 10 സഭ പണിയേണ്ട പരിപാടി കഴിഞ്ഞു. അത്രയ്ക്ക് കോടികൾ കിട്ടി. അവരുടെയായിട്ടുള്ള മാനുഷിക ബുദ്ധിയിൽ വരുന്ന അവരുടെ പേര് ഉയർത്താൻ വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും പിന്നെയും കൊടുക്കാൻ തയ്യാറാണ്. ഈ കബളിപ്പിക്കപ്പെടുന്നിടത്ത നമ്മളെല്ലാം കൊച്ചെന്ന് വീഴുന്നത് അല്ലയോ? കബളിപ്പിക്കപ്പെടുന്ന അറിഞ്ഞാൽ പോലും അവിടെ കൊച്ചെന്ന് വീഴും. കാര്യം എന്തോ? അവിടെ ചില വാക്ക് കേൾക്കുമ്പോൾ വീഴും. അപ്പോഴ് കബളിപ്പിക്കപ്പെടാത്ത ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരെ അപ്പോഴും വേണ്ട, തള്ളിക്കളഞ്ഞേക്കോ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ വലിയ സഭ പണിയുന്നതോ വലിയ കൂട്ടത്തിന്റെ പാസ്സാവുന്നതൊന്നും അല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെ യഥാർത്ഥമായി ചെയ്യുന്നവരെയാണ് ആർക്ക് വേണ്ടത്? അവർക്ക് ചിലപ്പോൾ ആള് കാണത്തില്ല, സഭ കാണത്തില്ല, സഭാഹോള് കാണത്തില്ല, ദൈവമക്കള് കാണത്തില്ല, എല്ലാം കാണത്തില്ല. പക്ഷെ അവരുടെ പേരെവിടെ കാണും? സ്വർഗത്തിൽ സ്വർണ്ണ ലിപിയിൽ എഴുതി വെക്കും. ആ പേരിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മായ്ച്ചു കളയാൻ പറ്റത്തില്ല. അതിനകത്ത് എന്ത് വരത്തില്ല? ക്ലാവ് വരത്തില്ല. അതിനെ ഒരിക്കലും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എടുത്ത് കളയുവാൻ കഴിയത്തില്ല. സ്തോത്രം. അവൻ ആ പേരിന് വേണ്ടിയാ ഞാൻ ഓടുന്ന, ആ പേരിന് വേണ്ടിയാ. സ്വർഗത്തിൽ എന്റെ പേരിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടുന്നത്. സ്വർഗത്തിൽ എന്റെ പേര് കാണണമെന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഏത് പ്രതികൂലത്തെ തരണം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം, എന്റെ ദൈവം എന്നോട് പറഞ്ഞതൊന്നും തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്കൊരു വലിയൊരു കാറിനകത്ത് സഞ്ചരിക്കണമെന്ന് അല്ല എന്റെ ആഗ്രഹം. വലിയൊരു വീടിനകത്ത് കിടന്ന് ഉറങ്ങണമെന്നല്ല എന്റെ ആഗ്രഹം. അല്ലെങ്കിൽ സ്തോത്രം, വലിയൊരു ആർപ്പാട ബാലൻസ് ഉള്ളൊരു ജീവിതം വേണമെന്നുള്ളതല്ല എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം എപ്പോഴും സ്വർഗത്തിൽ എന്റെ പേര് കാണണം. ഭൂമിയെ കഷ്ടം അനുഭവിക്കാൻ തയ്യാറാ, പ്രതികൂലം അനുഭവിക്കാൻ തയ്യാറാ. പക്ഷേ സ്വർഗത്തിൽ എന്റെ പേരെന്ത് ചെയ്യണം? കാണണം. അതാണ് ആരാഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ കുറിച്ച് എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് അതാ. നമ്മളെ പേരെവിടെ ഉണ്ടാവണം? സ്വർഗത്തേക്ക് ഉണ്ടാവണം. ഈ ഭൂമിയിലുള്ളതെല്ലാം നമ്മളെന്ത് ചെയ്യും? ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ദിവസമുണ്ട്. പക്ഷെ സ്വർഗത്തിലെ പേര് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നിലനിൽക്കുള്ളൂ. പാരമ്പര്യ സഭയ്ക്കകത്ത് പറഞ്ഞാൽ എല്ലാവരും പറയാതെ തെറ്റാന്ന് പറയും, എങ്കിലും അതിനകത്താ നിൽക്കുന്നത്. കാര്യം എന്തുവാ? തെറ്റാന്ന് പറഞ്ഞിട്ടും ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. തെറ്റാന്ന് അവർക്ക് അറിയാം, ശരിയല്ലെന്ന് അറിയാം, ഇത് സ്വർഗത്തിൽ കൊണ്ടുവന്ന് അറിയാം, സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ലെന്ന് അറിയാം, എങ്കിലും അതിനകത്ത് നിൽക്കുന്നത്. ഞാനൊരു കാര്യം ദൈവമക്കളെ ഞാൻ പറയാം, കള്ളം ചെയ്യുന്നവൻ, ചതി ചെയ്യുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും. അവനെ ദൈവം തകർക്കും. അതിനകത്ത് ഒരു മാറ്റവുമില്ല. ഈ വചനം കേട്ടപ്പോൾ, വചനം പഠിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുക, 400 വർഷം അടിമയായി. അബ്രഹാം അല്ല അടിമയായി. കാര്യം എന്തിനാ? അബ്രഹാമിനെ ദണ്ഡിപ്പിക്കാൻ ഒരു വഴിയില്ല. അബ്രഹാം എല്ലാ കാര്യത്തിനകത്ത് പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുക. യാഗം അർപ്പിച്ചപ്പോൾ ഒരു സാധനം എന്തുവാ? പക്ഷിയെ മാത്രം പിളർന്നു വെച്ചു. അതിന് പറയുക, എന്റെ പാരമ്പര്യം ഞാൻ പിടിക്കും, എന്റെ തലമുറ ഞാൻ പിടിക്കും. തലമുറ എങ്ങനെ പിടിക്കുന്നത്? ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവത്തെ വിട്ട് ജീവിച്ചവരെയാ പിടിച്ചത്. മിസ്രൈമിനെ കണ്ട് അതിനെ പിന്തുടർന്ന് അപ്രകാരം ജീവിച്ചവരെയാ പിടിച്ചത്. അവിടെ അബ്രഹാമിനെ പോലെ ജീവിച്ചായിരുന്നു എന്ത് ചെയ്യത്തില്ലായിരുന്നു? പിടിക്കത്തില്ല. അപ്പൊ ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ കുടുംബം അനുഗ്രഹപ്പെടും. അതിന് ഒരു മാറ്റവും ഇല്ല. അതിനെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തകർക്കുവാൻ കഴിയത്തില്ല. ദൈവം നിശ്ചയമായി നമ്മളെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഇന്ന് പരിഹസിക്കുന്നവരുണ്ടാവാം, നിന്ദിക്കുന്നവരുണ്ടാവാം, അപമാനിക്കുന്നവരുണ്ടാവാം. ഇന്ന് അപമാനത്തിലോ നിന്നയിലോ നീ വീട് പോവല്ലേ? കാര്യം എന്തുവാ? നീ ക്രിസ്തുവിനെ കണ്ട ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നിന്റെ കുടുംബത്തെ ദേശത്ത് അനുഗ്രഹിച്ചിരിക്കും. അതിന് ഒരു മാറ്റവുമില്ല. സ്തോത്രം. ഒരു വചനത്തിലേക്ക് നമുക്ക് വരാം. എഫെസ്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. ദാസന്മാരെ, ജഡപ്രകാരം
മനുഷ്യരെ പ്രസാദിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. സ്തോത്രം. മനുഷ്യനെ സേവിക്കുന്നത് പോലെ ദൃഷ്ടി പ്രകാരമല്ല, പുറമെ കാണിക്കുന്നതല്ല ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട എന്തുവാ? അകമ്മയുള്ളതിനെ വേണ്ട. പുറമെയുള്ളതിനോട് ദൈവം യോജിക്കുന്നില്ല. പുറമെയുള്ളതിന് കർത്താവിന് വേണ്ട. കർത്താവിന് എപ്പോഴും എന്ത് വേണ്ടേ? അകമേ ഉള്ളതിനെയാ വേണ്ടത്. അടുത്തത്, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോട് ചെയ്യുന്നവൻ. അപ്പൊ ക്രിസ്തുവിന്റെ ദാസന്മാർ ദൈവ ഇഷ്ടം എങ്ങനെ ചെയ്യുന്നത്? മനസ്സോട്. സ്തോത്രം. ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു ദൂതി ഞാൻ പറയാം. മനസ്സോട് ദൈവസന്നിധി നിൽക്കുന്നവൻ, ദൈവത്തെ ഇഷ്ടപ്പെടുന്നവൻ നിശ്ചയമായി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും. സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പന എന്ത് ചെയ്യാൻ പറ്റും? അനുസരിക്കും. അവരൊരിക്കലും മാറിപ്പോത്തില്ല. കാര്യം എന്തുവാ? അവർ മനസ്സോടാണ് ആരെ സ്നേഹിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നത്. ഇന്ന് മനസ്സോടല്ലാത്ത ചില കാര്യങ്ങൾ ചില അധികാരികൾ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം അത് നമ്മളെ മനസ്സോടല്ല. നമുക്ക് ജീവിക്കേണ്ടതിന്, ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് ചില കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യോ? മനസ്സോടല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. ദൈവം പറയുക അങ്ങനത്തോളവരെയല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് ദൈവത്തിന്റെ കാര്യം ഇഷ്ടം ചെയ്യണമെങ്കിൽ നിന്നെ ആരെ ഇഷ്ടപ്പെടണം? ദൈവത്തെ ഇഷ്ടപ്പെടണം. എങ്കിൽ നീ ചെയ്യുന്നതെല്ലാം മനസ്സോടായിരിക്കും. മനസ്സോട് ചെയ്യുന്നതെല്ലാം എവിടെ കാണും? എവിടെ കാണും? സ്വർഗത്തിൽ കാണും. അതെന്താ പറയുന്നത്? അതിനകത്തൊരു വാക്യം പറയുന്നുണ്ട്. എന്തുവാ? നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം, ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സോട് ദൈവത്തിന്റെ കൽപ്പന, മനസ്സോട് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ നിനക്ക് അനുസരിക്കാൻ പറ്റും, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റും. എങ്കിൽ നീ നിശ്ചയമായി എവിടെ പോകും? സ്വർഗത്തിൽ പോകും. ദൈവത്തിന് നിന്നെ പ്രസാദമാണ് പറയുക. എന്നിട്ട് ഒരു വാക്കുകൂടെ പറയുന്നുണ്ടോ? ദൈവദാസന്മാർ ഇറങ്ങിയത് എന്തിനോ? മനസ്സോടാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ മനസ്സോടെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ മനസ്സോടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ പറ്റും. മനസ്സില്ല എങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുമ്പുള്ള വാക്യത്തിനകത്ത് പറയുന്നു, പുറമേ ഉള്ളതിനെ ദൈവത്തിന് വേണ്ട, അകമേ ഉള്ളതിനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. പുറമേയുള്ള പ്രവൃത്തി വേണ്ട, പുറമേയുള്ള പ്രവൃത്തി ലോകത്തിന് വേണ്ടത്, അകമേ ഉള്ളതിനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. ഇന്ന് തന്നെ നമ്മൾ കണക്കൂട്ടുന്നുണ്ട്. സ്തോത്രം. ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ട് ഭയങ്കര പരസ്യം കൊടുക്കുക. അത് അവർക്ക് എന്തിനു വേണ്ടിയാ? അവരുടെ മനസ്സുകൊണ്ട് ചെയ്യുന്നില്ല. അവർക്ക് ആ പരസ്യത്തിൽ അവരുടെ പേര് കാണും. ഇല്ലേ? പരസ്യത്തിനകത്ത് അവരുടെ പേരുണ്ടാകും. അതിനുവേണ്ടിയാ ചിലവർ ചെയ്യും. പക്ഷെ എത്രയോ പേര് ചെയ്യാവുന്നത് വെളിപ്പറയാത്തവരുണ്ട്. അത് മനസ്സോട് ചെയ്യുക. ഒരാളെ വേദന കണ്ട്, ഒരാളെ പ്രയാസം കണ്ട്, സങ്കടം കണ്ട് നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്ന മനസ്സോടാണ്. അത് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. അത് മനസ്സോടാണ്. പക്ഷേ നമ്മൾ ഒരാൾക്ക് ചെയ്യുമ്പോഴും ഫോട്ടോ എടുത്ത് ചെയ്യുന്നെങ്കിൽ അതെന്തുവാ? മനസ്സോടല്ല, അത് പുറമേ ചെയ്യുന്നത്. സഭയാവട്ടെ, ദൈവസഭകൾ ചാരിറ്റബിൾ ചെയ്യുന്നുണ്ട്. സ്തോത്രം. പഞ്ചായത്തിനകത്ത്, മുനിസിപ്പലിനകത്ത് കണക്ക് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്തോത്രം ചാരിറ്റബിൾ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ ഉള്ളത്. ഓക്കെ, ആ ഫോട്ടോ എന്തിനാ നീ പുറത്ത് കാണിക്കുന്നത്? ഫോട്ടോ എടുത്തു നിനക്കത് റെക്കോർഡിലോ അല്ലെങ്കിൽ നിന്റെ ഫയലിനകത്തോ സൂക്ഷിച്ചാൽ പോലെ. എന്തെങ്കിലും നിയമപ്രകാരം വരുമ്പോൾ നിനക്ക് കാണിക്കാൻ പറ്റുമല്ലോ, ചാരിറ്റബിൾ ചെയ്തെന്ന് കാണിക്കാൻ പറ്റുമല്ലോ. പക്ഷെ ഒരിക്കലും നീ എന്തിനാ പുറത്ത് വിടുന്നതിന്റെ കാര്യം എന്തുവാ? പേര് അറിയപ്പെടാൻ വേണ്ടി. സ്തോത്രം. അത് മനസ്സോടല്ല, അത് ജഡപ്രകാരം പുറമേയുള്ള പേരിന് വേണ്ടിയാണ്. അകമേ എനിക്ക് ഒരാളെ കഷ്ടം കണ്ടു, ഒരാൾ പട്ടിണി കിടക്കുന്നു, അല്ലെ ഒരു വീടില്ലാ കിടക്കുന്നു, എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റും, നമ്മളെ സഭയെ കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റും, നമ്മൾ നിശ്ചയമായി പോയി സഹായിക്കണം. അത് ആരെ അറിയിക്കാനല്ല, അത് ആ കുടുംബവും നമ്മൾ മാത്രമേ അറിയാവൂ, നമ്മുടെ സഭയെ അറിയാവൂ. അത് മറ്റാരെ അറിയിക്കാവുന്നതല്ല. കാര്യം എന്തുവാ? അത് നമ്മൾ മനസ്സോട്, നമ്മൾ ഒരുവരെ പോലെ അവനെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മളത് ചെയ്തത്. അതാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. പറയുക അവരുടെ പേര്, അവരെ കുറിച്ച് പറയുക, ദൈവത്തിന്റെ ദാസന്മാർ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ദാസനും ദാസിമാരുമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ദാസനും ദാസിയുമാണെങ്കിൽ നമ്മൾ അതാ ചെയ്യേണ്ടത്. മനസ്സോടായിരിക്കണം ദൈവത്തിന്റെ ഓരോ കൽപ്പനകളും ചെയ്യേണ്ടത്, അനുസരിക്കേണ്ടത്. അതനുസരിക്കാൻ പറ്റും, നമുക്കത് ഏറ്റെടുക്കാൻ പറ്റും. അയ്യോ, കർത്താവ് പറഞ്ഞ് ഇന്നടുത്ത് പോകല്ലേ, കർത്താവ് പറഞ്ഞ് കള്ളം പറയല്ലേ, കർത്താവ് പറഞ്ഞ് മോഷ്ടിക്കരുത്, കർത്താവ് പറഞ്ഞ് ചതിക്കരുത്. ഇതെല്ലാം മനസ്സോടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിനെ മനസ്സോടാ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ പറ്റും. അടുത്തത്, മനുഷ്യരെ
കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പി. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു, മനുഷ്യരെ അല്ല നീ പ്രീതിപ്പെടുത്താൻ വന്നു. സ്തോത്രം, സ്തോത്രം. എന്നോട് ചിലവർ പറയാറുണ്ട്, ചിലവരെ ഒന്ന് സൂപ്പിച്ചാൽ, ചിലവരെ എല്ലാം ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ ചില കാര്യമെല്ലാം കിട്ടും. ഞാൻ പറയാറുണ്ട്, എന്റെ മനസ്സിനകത്ത് ഞാൻ ഉറപ്പിച്ച് തീരുമാനിക്കാറുണ്ട്, ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ പിശാച് എന്നാ പറഞ്ഞോന്ന് മനസ്സിൽ ചിന്തിക്കുന്നത്. സ്തോത്രം. കാര്യം എന്തുവാ? ഇത് പിശാചിന്റെ ഉപദേശമാണ്, ഇത് പിശാചിന്റെ സ്നേഹമാണ്. ഇതല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് തരണമെങ്കിൽ ഒരാൾ ചോദിച്ചു, നൂലിക്കെട്ടി തരും ദൈവം. നീ വിശ്വസിക്കാൻ നിന്റെ റൂമിനകത്ത് നൂലിക്കെട്ടി ആര് തരും? ദൈവത്തിന്. സ്തോത്രം. ഞാനിവിടെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഒരു ദൈവദാസൻ സ്തോത്രം ദൈവസഭയിൽ ചില ദിവസങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക. വേറെ ഒന്നുമല്ല പുള്ളി പ്രാർത്ഥിക്കുന്നത്, നിസ്സാര കാര്യമാണ്. ദൈവസഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പഴയ ഈ ബാത്റൂമിനെല്ലാം തന്നെ മേൽക്കൂരയില്ലാത്ത ബാത്റൂം. ഇപ്പൊ കുറച്ചു നാളെ ഒന്ന് പരിഷ്കരിച്ച് വീടിനകത്തായ ബാത്റൂം. മറ്റേ വീടിന് പുറത്തായിരുന്നു, മേൽക്കൂരയൊന്നുമില്ല, മേളിലില്ല. മഴ വന്നാൽ ലൈവായിട്ട് നനഞ്ഞ് കുളിക്കാം. അങ്ങനത്തെ ബാത്റൂമുള്ളൊരു കാലമുണ്ട്. ആ സമയത്ത് ഒരു ദൈവദാസൻ സ്തോത്രം കുളിക്കാൻ നിൽക്കുക. ആ ദൈവദാസൻ പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ, ദൈവത്തോട് ചോദിച്ചൊരു കാര്യം. 501 വാർ സോപ്പ് ഇട്ടാ പുള്ളി പലപ്പോഴും കുളിക്കുന്നത്, തുണി കഴിയുന്നത് കുളിക്കുന്നതല്ല. അതാ പുള്ളി പറഞ്ഞ്, കർത്താവ് ഒരു മണമുള്ള ഒരു സോപ്പ് ഇട്ടൊന്ന് കുളിക്കാൻ എനിക്കൊരു ആഗ്രഹം. മണമുള്ള ഒരു സോപ്പ് ഇട്ട് എനിക്ക് കുളിക്കാൻ ചെറിയ ആഗ്രഹം. നമ്മളെ ഇപ്പോഴത്തെ ചിന്തയില് ചെറിയ ആഗ്രഹം. നമ്മളിപ്പോ വാർ സോപ്പ് ഇട്ടാണ് കുളിക്കുന്നത്. സ്തോത്രം. ഏറ്റവും മണമുള്ള സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൈസല്ലോ. അപ്പോഴും പുള്ളി വേറെ ആലോചിക്കുക, എന്തുവാ മണമുള്ള സോപ്പ്. പുള്ളിക്കാരൻ ഇത്രയും ദിവസം വാർ സോപ്പ് ഇട്ട് കുളിച്ചപ്പോഴും പ്രശ്നമൊന്നുമില്ല. ഈ വാർ സോപ്പ് ഇട്ട് കുളിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ അറിയാമോ? ഇറങ്ങി വന്ന് ഉണങ്ങി കഴിയുമ്പോഴും ഇങ്ങനെ ഒരു വരയെല്ലാം വരച്ച വിടാം, വരയെല്ലാം നീട്ടി കിടക്കും, ചോക്ക് വെച്ച് വരച്ചു. ഇത് പിന്നെ വെളിച്ചെണ്ണയെല്ലാം തേക്കണം. 2 ചിലവാ. വാർ സോപ്പ് ഇട്ട് കുളിക്കുന്നപ്പോഴേ 2 ചിലവാ. എന്തുവാ? ഞാൻ കുളിച്ചിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ടാണ് എനിക്കറിയാം. സ്തോത്രം. 2 ചിലവാ. എന്തുവാ? ഇച്ചിരി എണ്ണയും വേണം, എണ്ണ ചിലവാ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, മണമുള്ള സോപ്പ് കൊണ്ട് എനിക്കൊന്ന് കുളിക്കണം. കർത്താവേ ഒരു വഴി. പുള്ളി വെള്ളമൊഴിച്ചു, സോപ്പ് ഇടാൻ തന്നെ നേരെ പുള്ളിയുടെ ഫ്രണ്ടിൽ വന്നൊരു സോപ്പ് വന്നു വെള്ളത്തിൽ. നോക്കുമ്പോ എന്തുവാ? നല്ല അല്ലെങ്കിൽ സ്തോത്രം PS പോലുള്ള സ്തോത്രം സോപ്പാണ് വന്ന് വീണത്. നോക്കിയപ്പോ എന്തോ ഒരു കാക്ക എടുത്തോണ്ട് പോയി പറഞ്ഞു. പുള്ളി ധൈര്യമായിട്ട് മണമുള്ള സോപ്പിട്ട് കുളിച്ചു. പുള്ളിയുടെ വിശ്വാസം വർദ്ധിക്കില്ലേ? എന്റെ വിശ്വാസം ഇങ്ങനെയല്ല വർദ്ധിക്കും. എനിക്ക് ചെറുതെന്ന് മറ്റുള്ളവർക്ക് ചെറുതെന്ന് തോന്നുന്നത് ചിലപ്പോൾ വലുതാ. ആ ചെറിയ വിശ്വാസം കൊണ്ടാണ് ഞാൻ വലുത് നേടിയിട്ടുള്ളത്, പിടിച്ച് നേടിയിട്ടുള്ളത്. കാര്യം എന്തുവാ? എനിക്ക് ഉറപ്പാണ്. സ്തോത്രം. പുള്ളിക്കാരന് സോപ്പ് കിട്ടി, മണമുള്ള സോപ്പ് കിട്ടി. പുള്ളിയുടെ സന്തോഷം വേറെയായിരുന്നു, വേറെ ലെവലായിരുന്നു. കാര്യം എന്തുവാ? ദൈവത്തോട് ചോദിച്ചു, ദൈവം നിമിഷത്തെ ഇറക്കി. പക്ഷെ ഇത്രയും ദിവസം വാർ സോപ്പ് ഇട്ട് കുളിച്ചപ്പോൾ പുള്ളി ചോദിച്ചിട്ടില്ല. പക്ഷെ കുറെ നാളുകൾ കുളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഓർത്ത മണമുള്ള സോപ്പ് വേണം വന്നു. ഇന്ന് മണമുള്ള സോപ്പ് മാത്രമാണ്, മണമുള്ള സ്പ്രേ, മണമുള്ള ക്രീമുകള്, മണമുള്ള എന്തൊക്കെയുണ്ട്. മണമുടങ്ങ് മൂടി വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇന്ന് മൊത്തം ഉള്ളത്, ദൈവം കൊടുത്തേക്കുന്നത്. അന്ന് ഇതൊന്നുമില്ല, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്. പ്രൈസലോ. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയില് നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യത്തിനകത്തും ആര് മറുപടി തരും? കർത്താവായ യേശു അപ്പച്ചൻ നിശ്ചയമായി നമുക്ക് മറുപടി തരും. ഒരു വിഷയം, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ദൈവം ചെയ്യത്തില്ല, തള്ളിക്കളയത്തില്ല. ദൈവം ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളെ തള്ളിക്കളയത്തില്ല. എല്ലാം ആഗ്രഹങ്ങളെ മാനിക്കുന്നവനാ ആര്? സ്വർഗത്തിലെ ദൈവം. ഇന്ന് പകലോർത്ത ദൈവമക്കളെ, സ്തോത്രം. ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആ വിഷയത്തിനകത്ത് മറുപടി തരുവാൻ ആർക്ക് കഴിയും? കർത്താവായ യേശുവിന് കഴിയും. സ്തോത്രം. ആ വാക്യം വായിക്കാം. മനുഷ്യനെ അല്ല, അതൊന്നുകൊണ്ടൊന്ന് വായിക്കാം. മനുഷ്യനെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തോട് ദൈവത്തിന് പ്രീതിയുള്ളതാണ് ആര് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യണം. മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. അപ്പൊ മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്.
ഇന്ന് പല വിശ്വാസകോളത്തിനകത്ത് ദൈവമക്കൾ തിരിച്ചറിയാൻ പറ്റാതെ പോയിരിക്കുന്നത് എന്തുവാ? ഇതാ, അവർ മനുഷ്യനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ പ്രീതിപ്പെടുത്തുന്നതൊന്നും എവിടെ കൊണ്ടുപോകത്തില്ല? സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. അവരെ ഇവിടെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവരാരെ പ്രീതിപ്പെടുത്തണം? ദൈവത്തെ പ്രീതിപ്പെടുത്തണം. കാര്യം, എന്നെ ഉണ്ടാക്കിയ എന്റെ ദൈവത്തെയാണ് ഞാൻ പ്രീതിപ്പെടുത്തുന്നത്, അല്ലാതെ മനുഷ്യൻ, എന്നെ പോലിരിക്കുന്ന മനുഷ്യനെയാണ് ഞാൻ പ്രീതിപ്പെടുത്തുന്നത്. എപ്പോഴും പ്രീതിപ്പെടുത്തുന്നത് ആരെയാണ്? എന്റെ ദൈവത്തെ. അപ്പൊ ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നേരത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു, ദൈവദാസന്മാർ എന്ത് ചെയ്തു? മനസ്സോടെ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് മനസ്സോടെ ദൈവത്തിന്റെ കൽപ്പനകളെ അവരനുസരിച്ചു. സ്തോത്രം. അങ്ങനെ അനുസരിക്കുന്ന ദൈവമക്കൾ ആരെയാ പ്രീതിപ്പെടുത്തുന്നത്? ദൈവത്തെയാണ് പ്രീതിപ്പെടുന്നത്. മനുഷ്യനെയല്ല പ്രീതിപ്പെടുത്തുന്നത്, ദൈവത്തെയാണ് പ്രീതിപ്പെടുത്തുന്നത്. അടുത്ത വാക്യം, ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിന്റെ പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ, ദാസന്മാരാവട്ടെ, സ്വതന്ത്രനാവട്ടെ, ആരോ ആവട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ പ്രതിഫലവും അവരേത് രീതിയില ആരെയാ പ്രസാദിപ്പിക്കുന്ന അതിന്റെ പ്രതിഫലം ആരും കൊടുക്കും? ദൈവം. മനുഷ്യനെ പ്രസാദിക്കുന്നെങ്കിൽ അങ്ങനത്തെ പ്രതിഫലമായിരിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് യഥാർത്ഥമായുള്ള സ്തോത്രമാലയിലെ പ്രതിഫലം എവിടുന്ന് കിട്ടും? ദൈവം തരും. അടുത്തത്, യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗ്ഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖവശമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും. സ്തോത്രം. ഒരു മിനിറ്റ്. യജമാനൻ, നമുക്കൊരു യജമാനനേ ഉള്ളൂ, ആ സ്വർഗത്തിലുണ്ട്. ആ യജമാനൻ ഒരു വലിയൊരു ക്വാളിറ്റി ഉണ്ട്. എന്തുവാ? മുഖപക്ഷം നോക്കത്തില്ല. അല്ലേ? മനുഷ്യൻ എപ്പോഴും മുഖപക്ഷം നോക്കിയാ ചെയ്യുന്നത്. മുഖപക്ഷം നോക്കിയ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യത്തില്ല? മുഖപക്ഷം നോക്കത്തില്ല. അപ്പോഴേ തന്നെ നമുക്ക് പ്രതികൂലമായാലും പ്രയാസമായാലും സങ്കടങ്ങളായാലും നമ്മുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ഉറപ്പാണ്. കാര്യം എന്തുവാ? വലിയ സന്തോഷമാണ്. കാര്യം, മുഖപക്ഷം നോക്കാത്തൊരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. മുഖപക്ഷം നോക്കിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ദൈവസ്ഥലേ കാണത്തില്ല, കാണുമായിരുന്നു. നമുക്കതിന് എന്തുവാ ക്വാളിറ്റി ഉള്ളത്? അല്ലെങ്കിൽ ഈ ദൈവം നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് എന്തോ ക്വാളിറ്റി ഉള്ളത്? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാം ദൈവമക്കളെ ചിന്തിക്കേണ്ടതാ. സ്വന്തം ദൈവത്തോട് താന്ന് പറയത്തില്ലയോ? അപ്പോഴൊന്നുകൂടി ചിന്തിക്കണം, ഇതെല്ലാം ചോദിക്കാൻ എന്ത് ക്വാളിറ്റി ഉള്ളത്? എന്ത് ക്വാളിറ്റി ഉള്ളത്? ഒറ്റ ക്വാളിറ്റിയാ ഈ വചനത്തിനകത്ത് പറയുന്നത്. മുഖപക്ഷം നോക്കത്തില്ല. മുഖപക്ഷം നോക്കത്തില്ല. മുഖപക്ഷം നോക്കാത്ത ഒറ്റ ഒരാളേ ഉള്ളൂ, അത് കർത്താവാ യേശുവ. കർത്താവായ യേശുപ്പത്തിനാ മുഖപക്ഷം നോക്കാതെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാ സ്തോത്രം, ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി ജനിക്കാൻ പോകുന്നത്, നമ്മൾ ജനിച്ചവർ, ഇനി ജനിക്കാൻ പോകുന്നത്, ഇനിയും ആൻസാന്തരപ്പെട്ട് സ്നാനപ്പെടേണ്ടവര്, ഇവരെ ഒന്നും കർത്താവായ യേശുവിനെ കാണുന്ന മുമ്പേ, കേൾക്കുന്ന മുമ്പേ ഇവർക്ക് വേണ്ടി യാഗമർപ്പിച്ചു. അവരുടെ എല്ലാ സകലരെയും ഈ ലോകരക്ഷിതാവായി സകലരെയും പാപങ്ങൾ വഹിച്ച കാൽവരി ക്രൂശിൽ ആര് മരിച്ചത്? കർത്താവ്. വന്നവരും വരാത്തവരും ഇനി വരാൻ പോകുന്നവരും എല്ലാവർക്കും വേണ്ടിയാണ് ആര് മരിച്ചത്? അപ്പൊ കർത്താവ് യേശുവിനെ അവൻ സ്വയമേ വാമൊഴിയാൽ അവൻ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവൻ ദൈവത്തിന്റെ പൈതലാവുന്നത്. അല്ലാതെ ഈ ലോകത്തിലെ എല്ലാ പാപികൾക്കും വേണ്ടി, അല്ലെങ്കിൽ എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി ആരൊക്കെയുണ്ട് അവർക്കെല്ലാം വേണ്ടിയാണ് ആര് ജനിച്ചത്? കർത്താവ് ജനിച്ചത്. നമ്മുടെ പാപമാ അവിടെ വഹിച്ചു കളഞ്ഞത്. അവിടെ മുഖപക്ഷമില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവതാണ്. മുഖപക്ഷം നോക്കിയിട്ടാണോ? അയ്യോ എന്നാ ഇവരെ എനിക്ക് വേണ്ട, അവരെ വേണ്ട, എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുക, അവസാനം വരെ ഞാൻ വരുന്നവരെ നിങ്ങൾ സുവിശേഷം അറിയിക്കുക. രാജ്യത്തിന്റെ അവസാനം വരെ നീ പോയി സുവിശേഷം അറിയിച്ചു കഴിയുമ്പോൾ ഞാൻ വരും. അത് കാട്ടിലായാലും നാട്ടിലായാലും പട്ടണത്തിലായാലും ഗ്രാമത്തിലായാലും സിറ്റികളിലായാലും എവിടായാലും സുവിശേഷം അറിയാത്ത ഒരാൾ കാണത്തില്ല. സുവിശേഷം ഞാൻ കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല, വചനം കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ബൈബിൾ എന്തെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. യേശു എന്തെന്ന് അറിയാത്തവരില്ല. യേശു എന്തെന്ന് പൂർണ്ണമായി അറിഞ്ഞു കഴിയുമ്പോൾ യേശു വരും. അതാ ബൈബിൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആർക്കും ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അയ്യോ ഞാൻ വചനം കേട്ടിട്ടില്ല പറയാൻ പറ്റൂ? ആർക്കും പറയാൻ പറ്റത്തില്ല. എല്ലാവരെയും വചനം കേൾപ്പിച്ചിട്ട് ആര് വരത്തുള്ളൂ? യേശു വരത്തുള്ളൂ. ദൈവജനത്തെ ചേർക്കും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവസരം വരെ ദൈവം എല്ലാവർക്കും എന്തിനോ കൊടുത്തിട്ടുണ്ട് മടങ്ങി വരാൻ.
അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് വരുവാൻ വേണ്ടി അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുവിലേക്ക് അവരെ മടങ്ങി വരുന്നുവെങ്കിൽ നിശ്ചയമായി അവരെ ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. അടുത്തത്, അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണിമാർക്ക് ഒഴിക്കുകയും ചെയ്യുവിൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടുത്തി. അപ്പോഴ് നമ്മളെ പിടിപ്പിക്കുവാൻ കഴിയുന്ന ഒറ്റ ശക്തിയേ ഉള്ളൂ, അതെന്റെ യേശുവാണ്. ഒറ്റ തീരുമാനം മതി, ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. എന്റെ കുടുംബത്തിനകത്ത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. നമ്മൾ കയറി വന്ന കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു, ഈ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചു. അതെല്ലാം അവിടെ നിൽക്കട്ടെ. എന്റെ ശരീരം യേശു വിലയ്ക്ക് വാങ്ങിയത്. എന്റെ ശരീരം യേശു വിലയ്ക്ക് വാങ്ങി. അങ്ങനെ രക്തത്താൽ എനിക്ക് വിലയ്ക്ക് വാങ്ങി എന്നെ ശുദ്ധീകരിച്ച ശരീരം. കർത്താവെ, ഈ ശരീരത്തിനകത്ത് രോഗം ജയിക്കുവാൻ അനുവദിക്കട്ടെ. പ്രാർത്ഥിച്ചു നോക്ക് ദൈവമക്കളെ. ഉച്ചയിൽ അങ്ങോട്ട് കൈ അങ്ങോട്ട് വെച്ചിട്ട് റൂമിനകത്ത് അങ്ങോട്ട് അടച്ച് അങ്ങോട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. എന്തുവാ? ഈ ശരീരത്തിനകത്ത് ഒരു രോഗവും ഇനി ജയിക്കാൻ അനുവദിക്കല്ലേ. ഈ ശരീരത്തെ കർത്താവ് വീണ്ടെടുത്ത് തന്നതാണ്. എനിക്ക് തന്നിരിക്കുന്നത് ഈ ശരീരത്തിന്റെ ഓരോ നാഡീ നരമ്പുകളെ ഉണ്ടാക്കിയത് കർത്താവ് യേശുവാണെങ്കിൽ, ഈ ശരീരത്തെ വീണ്ടെടുത്ത് തന്നത് കർത്താവാണെങ്കിൽ, ഈ കർത്താവേ ഈ ശരീരത്തിനകത്ത് ഇനി ഒരിക്കലും ഒരു രോഗവും ചെയ്യിക്കാൻ അനുവദിക്കല്ലേ. ഒരു മെഡിസിന് കുത്തിവെക്കാൻ അനുവദിക്കല്ലേ. ഒരു മെഡിസിന് കുത്തിവെക്കുവാൻ അനുവദിക്കല്ലേ. ദൈവം എന്റെ ആരോഗ്യത്തിന്, ദൈവം തന്ന ജോലിക്ക്, ദൈവം തന്ന ആരോഗ്യത്തിന്, ദൈവം തരുന്ന നന്മകൾ ഇവർക്ക് കൊണ്ട് കൊടുക്കുവാനുള്ളതല്ല. ഹോസ്പിറ്റലിലും മെഡിക്കൽ സ്റ്റോറുകാർക്ക് കൊടുക്കുവാനുള്ളതല്ല. മെഡിക്കൽ സ്റ്റോറുകാരുടെ കുടുംബം അനുഗ്രഹപ്പെടാൻ കൊടുക്കാനുള്ളതല്ല. ഡോക്ടറുടെ കുടുംബം അനുഗ്രഹപ്പെടാൻ കൊടുക്കാനുള്ളതല്ല. ഹോസ്പിറ്റലുകൾക്ക് വലിയ വലിയ ബിൽഡിംഗ് പണികൾ കൊടുക്കാനുള്ളതല്ല. എനിക്ക് തരുന്ന സമ്പത്ത്, എനിക്ക് തരുന്ന നന്മ എനിക്കും എന്റെ തലമുറയ്ക്കും അനുഭവിക്കാനുള്ളതാ. യേശുക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടി എനിക്കും എന്റെ തലമുറയ്ക്കും അനുഭവിക്കാനുള്ളതാ. അതെനി ഞാൻ കൊടുക്കത്തില്ല. എന്റെ കുടുംബത്തിന് അത് കൊടുക്കാൻ അനുവദിക്കല്ലേ. എന്റെ സഭയിൽ അത് അനുവദിക്കല്ലേ. എന്റെ സഭയ്ക്ക് അത് കൊടുക്കാൻ അനുവദിക്കല്ലേ. ദൈവമക്കൾക്ക് അങ്ങനെ കൊടുക്കാൻ ഇടവരുത്തല്ലേ. ആ ദൂഷിച്ച പിശാച് എന്റെ ശരീരത്തിന് അഴിഞ്ഞു മാറട്ടെ. ആ രോഗബന്ധനങ്ങൾ എന്റെ ശരീരത്തിന് അഴിഞ്ഞു മാറട്ടെ. ഏത് രോഗം വന്നാലും ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതൽ കിട്ടണം. വിശ്വസിച്ചാൽ യേശുവിന്റെ അത്ഭുതം എനിക്ക് കാണണം. അതിനായി എന്റെ ദൈവം എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. അപ്പാ പിതാവേ, ഡോക്ടറിനെ കൊടുക്കുവാൻ അവരുടെ കുടുംബത്തിന് കഴിക്കുവാനുള്ളതല്ല, ഹോസ്പിറ്റലിന് കഴിക്കുവാനുള്ളതല്ല, മെഡിക്കൽ സ്റ്റോറുകാരന് കഴിക്കാനുള്ളതല്ല. എന്റെ യേശു എനിക്ക് തരുന്നത് എനിക്ക് എന്റെ തലമുറയ്ക്ക് അനുഗ്രഹം പ്രാപിക്കാനാ. അങ്ങോട്ട് ദൈവസ്ഥാനത്തേക്ക് ഏൽപ്പിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുക. കണ്ണിനോട് പ്രാർത്ഥിക്കുക. പിന്നെ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യമില്ല, പിന്നെ ചിന്തിക്കുക. മരുന്ന് കഴിക്കുന്നുണ്ട്, പിന്നെ ചിന്തിക്കുക. നീ ഇരിക്കുന്ന റൂമിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ സൗഖ്യമാക്കുന്ന യേശുണ്ട്. അന്ന് നാറ്റം വെച്ച് 4-ാം ദിവസം 98 മണിക്കൂർ കല്ലറയ്ക്കകത്ത് പൂട്ടിവെച്ച ലാസറിനെ ആ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ജീവനില്ലാതെ 98 മണിക്കൂറോളം മരിച്ചെന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഉറപ്പിച്ച് അവനെ കല്ലറയിൽ അടക്കാൻ ചെയ്തു. അവൻ നാറ്റം വെച്ചു. അവന്റെ സഹോദരങ്ങൾ പറഞ്ഞു, ബന്ധുക്കൾ പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു, യേശുവേ കല്ലറ തുറക്കല്ലേ, നാറ്റം വെച്ച് കാണും, ചത്തവനാ, 4 ദിവസമായവനാ. യേശു പറഞ്ഞു, ലാസറേ പുറത്തു വന്ന് കൽപ്പിച്ചപ്പോൾ പിതാവിനോട് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവിന്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്യാൻ പോവുക. യേശു അവന്റെ നാമത്തിൽ അങ്ങോട്ട് കൽപ്പിച്ചപ്പോ പുറത്തു വന്നതുപോലെ എന്റെ ചുറ്റുവട്ടുള്ള ദേശത്ത്, എന്റെ ഭവനത്തിനകത്ത് മറ്റുള്ളവർക്കെല്ലാം വിശ്വാസം വർദ്ധിക്കുന്ന രീതിയിൽ, എനിക്ക് വിശ്വാസം വർദ്ധിക്കുന്ന രീതിയിൽ, എന്റെ കുടുംബത്തിന് വിശ്വാസം വർദ്ധിക്കുന്ന രീതിയിൽ ഈ യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തെ പിടിച്ചിരിക്കുന്ന രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആപചാരത്തിന്റെ കെട്ടുകൾ പോട്ടാട്ട്. രോഗത്തിന് വിടുതൽ നൽകട്ടെ. പൈശാചികമായി ബന്ധിച്ച് വെച്ചിരിക്കുന്ന പാരമ്പര്യ രോഗങ്ങളെല്ലാം അഴിയട്ടെ. ഈ യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ ശബ്ദമേറിയ ഹീലിംഗ് എന്ന് വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കണം. ഈ അന്ധകാരങ്ങൾ കുടുംബത്തിൽ നമ്മോട്ട് അഴിയട്ടെ. അപ്പൊ ഒരു മെഡിസിനും എന്റെ ശരീരം
തലയിലേക്ക് കുത്തിവെക്കാൻ അനുവദിക്കല്ലേ. ഒരു മെഡിസിനും എനിക്ക് കഴിക്കാൻ ഇടവരുത്തല്ലേ. എന്നെ നിവർത്തിയേട് കൊണ്ട് ഞാൻ കഴിച്ചു പോകാത്താവേ. ഇനി എനിക്ക് പുറത്തു വരണോ അപ്പ. ആ ഹീലിംഗ് നൽകുന്ന ദൈവമേ, അത്ഭുതം ചെയ്യുന്ന ദൈവമേ, 12 വർഷം കൊണ്ട് ബന്ധിച്ചു കിടന്നവരുടെ കൈ, സൂക്ഷിച്ച കൈയെ സൗഖ്യമാക്കിയ ദൈവമേ, 18 വട്ടം രക്തസാവായി കിടന്ന സ്ത്രീയെ സൗഖ്യമാക്കിയ ദൈവമേ, ഈ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട് എനിക്ക് ആ തൊങ്ങലൊന്ന് പിടിക്കണം. യേശുവിന്റെ നാമത്തിലെ വിടുതൽ പ്രാപിക്കണം. ഈ ഉപവാസത്തോടെ രോഗമെന്ന് പറയുന്ന ചില ബാധ എന്റെ കുടുംബത്തിൽ നിന്ന് അഴിയട്ട്, എന്റെ കുടുംബത്തിൽ നിന്ന് അഴിയട്ട്, എന്റെ സഭയിൽ നിന്ന് അഴിയട്ട്, ദൈവമക്കളുടെ ഭവനത്തിൽ നിന്ന് അഴിയട്ട്. ഒരു കീഴിയും വെളിപ്പെടാട്ട് യേശുവിന്റെ അത്ഭുത സൗഖ്യം വെളിപ്പെടാം. അങ്ങോട്ട് അങ്ങോട്ട് ആ ദൈവത്തിന്റെ ദൂതങ്ങോട്ട് ഒന്ന് ചുമച്ചാൽ ഉടനെ, ഒന്ന് തുമ്മിയാൽ ഉടനെ അവൻ കഴിക്കുന്ന അവസ്ഥയിലൊന്ന് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ട് കൽപ്പീര്. ആ ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ട് നിവർത്തിയാവട്ടെ. ആ ദൈവത്തിന്റെ ദൂതം കൊണ്ട് നിവർത്തിയാവട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗി എന്ന് പറയുന്ന അവസ്ഥ ഈ യേശുവിന്റെ നാമത്തിൽ പൊളിച്ചു മാറ്റട്ടെ. അവിടെ ദൈവത്തിന്റെ വിടുതൽ നടക്കട്ടെ. അത്ഭുതത്തിന്റെ സൗഖ്യം, അത്ഭുതത്തിന്റെ വിടുതൽ, അത്ഭുതത്തിന്റെ സൗഖ്യം. ഒടുവിൽ യേശുവിന്റെ അമിത ബലത്തിൽ നീ ബലപ്പെട്. ആശ്രയിക്ക് അമിത ബലത്തിൽ, യേശുവിന്റെ അമിത ബലത്തിൽ, യേശുവിന്റെ ശക്തിയാൽ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തിയാൽ നീ അതിനെ അങ്ങോട്ട് കീഴ്പ്പെട്, അതിനെ അങ്ങോട്ട് ഏറ്റെട്. യേശുവിനെ കഴിയാത്ത ഒന്നുമില്ല, യേശുവിനെ കഴിയാത്ത ഒന്നുമില്ല, യേശുവിനെ കഴിയാത്ത ഒന്നുമില്ല. ഇമ്പോസിബിൾ എന്നൊരു വാക്കില്ല, പോസിബിൾ എന്നൊരു വാക്കേ ഉള്ളൂ, അത്ഭുതം എന്നൊരു വാക്കേ ഉള്ളൂ, നിർക്കളം എന്നൊരു വാക്കേ ഉള്ളൂ, നിർക്കളം എന്നൊരു വാക്കേ ഉള്ളൂ. ആ ദൂരങ്ങോട്ട് വെളുപ്പെടാതെ. Hallelujah. Stotram. Praise Jesus. Hallelujah. Hallelujah. Stotram. എന്ത് പറഞ്ഞേ? ഒടുവിൽ അതൊന്ന് വായിക്കേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ആശ്രയിക്കുവിൻ. ഒടുവിൽ കർത്താവ് എന്ന് പറഞ്ഞ നമ്മൾ പോയി, നമുക്കെല്ലാം തോൽവിയുള്ളൂ, തോറ്റയുള്ളൂ. ഇനിയെങ്കിലും ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ആശ്രയിക്കുക. ആ ശക്തിയിൽ ശക്തിപ്പെടുവിൻ. ഈ തീരുമാനം മതി. കർത്താവ് നമ്മളെ സകല വിഷയത്തിനും നമ്മൾ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോട്, സത്യത്തോടും ആത്മാവോടും നീ പൂർണ്ണമായി സറണ്ടർ ആവുന്നുവെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധനയുടെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. ഒരു ശക്തിക്കും, ഒരു അപചാരത്തിനും, ഒരു ശത്രുവിന്റെ പ്ലാനിനോ പദ്ധതിക്കോ, ഒരു ആഹാരത്തിനോ നിന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല, നിന്നെ രോഗിയാക്കുവാൻ കഴിയത്തില്ല. യേശു നിശ്ചയമായി നിന്റെ മേൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വിടുതലുകളും അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. ഇന്ന് കൂടുതൽ സമ്പത്ത് പോകുന്നതെല്ലാം മെഡിക്കൽ സ്റ്റോറുകാരൻ വീട് വെക്കാൻ വേണ്ടിയാണ്, അവന്റെ മക്കള് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. അല്ലയോ? ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ്. സ്തോത്രം. ഡോക്ടറെ എഴുന്നേറ്റ് കുമ്പിടുക. എന്തിനാണ് കുമ്പിടുന്നേ? ഒരിടയ്ക്ക് വരെ ഞാനതല്ല ഉണ്ടായിരുന്നു. എനിക്കിപ്പോ കണ്ടെടുത്തുള്ള എനിക്ക് ഏറ്റവും അറപ്പുള്ള ടീമുകളായിരുന്നു. കാര്യം എന്തുവാ? മനുഷ്യത്വമില്ലാതെ അറത്തോണ്ടിരിക്കും. ഇവരെ നമ്മൾ കുമ്പിടണോ? പണ്ട് ഈ സ്തോത്രം ഈ ജീവപര്യന്തരം ചെയ്യുമ്പോഴ് സ്തോത്രം ഇത് കൊല്ലുന്ന ഒരാളും ആ കുടുംബത്തോട് എല്ലാവർക്കും ഒരു അറപ്പ് കാണുമ്പോൾ, ഇതിനെ തെറ്റ് ചെയ്തവനോട് അറപ്പില്ല, ജഡ്ജിയോട് അറപ്പില്ല, വക്കീലിനോട് അറപ്പില്ല, പോലീസുകാരനോടില്ല, ഈ പാവപ്പെട്ടവരോട് അറപ്പ്. സ്തോത്രം. കാര്യം എന്തുവാ? ഇവരെ ഒരു നികൃഷ്ടമായിട്ടാ കാണുന്നു. സ്തോത്രം. ഇന്ന് പ്രിയ ദൈവമക്കളെ, നികൃഷ്ടമായിട്ട് കാണുന്നവരെ നികൃഷ്ടമായിട്ട് കാണും. കാര്യം എന്തുവാ? ഈ കോട്ടും കുട്ടും എല്ലാം ഇട്ടിട്ട് ഇവൻ നടക്കുന്നതെല്ലാം നമ്മളെ പൈസ വെച്ച, ഓരോ രോഗിയുടെ പൈസ വെച്ച ഇവൻ കാറി പോകുന്നത്, ഇവന്റെ മക്കൾ സൂഹിക്കുന്നത്, ഇതെല്ലാം സ്തോത്രം. ഇതിനെ ഇടവരുത്തിയതാരാ? നമ്മളാ. സ്തോത്രം. ഇന്ന് ഓർക്കുക, നമ്മളെ സമ്പത്ത് ഇങ്ങനെയുള്ളടുത്ത് കൊടുക്കാവുന്നതല്ല. നമ്മളെ സമ്പത്ത് ഇങ്ങനെയുള്ളടുത്ത് കൊടുക്കാവുന്നതല്ല.
നമ്മളെ സമ്പത്ത് എവിടെ ഉള്ളതാ? യേശു വന്നതാ. നമ്മളെ തലമുറയ്ക്കുള്ളതാ, നമ്മുടെ കുടുംബത്തിനുള്ളതാ. സ്തോത്രം. പ്രാർത്ഥിക്കണം, കടന്നിലൊഴുക്കണം. ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ആര് കൊണ്ടുവരും? പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ദൈവം എന്ത് ചെയ്യും? അത്ഭുതം ചെയ്യും. ഏത് രോഗത്തെയും മാറ്റിത്തരും. സ്തോത്രം. ഇന്ന് പണ്ടത്തെ കാലത്തെ പോലുള്ള ചാരിറ്റബിളോ അല്ലെങ്കിൽ മനുഷ്യത്വമോ സ്നേഹമോ ഒന്നും ഇവർക്കില്ല. ഇവർക്കുള്ളൊരു കാലം ഉണ്ടായിരുന്നു. സ്തോത്രം. ആ ഡോക്ടേഴ്സ് ഒന്നും കൂടുതൽ മരുന്ന് തരത്തില്ലായിരുന്നു, ഉപദേശങ്ങൾ തരത്തുള്ളായിരുന്നു. ഇന്ന് മരുന്ന് മാത്രമേ ഉള്ളൂ, ഉപദേശമില്ല. ഇന്ന് രോഗി ഒന്ന് മുഖത്ത് പോലും നോക്കത്തില്ല. നമ്മൾ ഇന്ന് കരഞ്ഞു പറഞ്ഞാലും മുഖത്ത് പോലും നോക്കത്തില്ല. അവൻ പഠിച്ചു വെച്ചതും അവിടെ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കിട്ടുന്ന അനുസരിച്ചുള്ളത് എഴുതി തള്ളുക. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മളോട് പറയല്ലോ ഒരാഴ്ച കഴിഞ്ഞ് വരണേന്ന്. കാര്യം എന്തുവാ? പരീക്ഷ ജയിച്ചോ നോക്കാൻ വേണ്ടി. എന്നിട്ട് വേണം വേർത്തന എഴുതി കൊടുക്കാൻ. സ്വന്തം പണ്ടതല്ല. പണ്ട് ഇതൊരു സേവനമാകാം. ആ ഡോക്ടറോട് കൈ പിടിക്കുമ്പോൾ അവനറിയാം എന്തു അസുഖം. പ്രൈസറോ കയ്യിലൊന്ന് തൊടുമ്പോൾ അറിയാം, നാടി നരമ്പ് അനങ്ങുമ്പോൾ അറിയാനും. ഇന്നൊന്നും അറിയത്തില്ല. പ്രൈസറോ ഇതൊന്നും അറിയത്തില്ല. സ്തോത്രം. എന്റെ വിഷയമല്ല, അത് വിട്. പ്രൈസറോ രോഗസൗഖ്യത്തോടെ എന്ത് ചെയ്യണം? പുറത്തു വരണം. ഇങ്ങനെ മേടിക്കുന്ന തലമുറകള്, ഇങ്ങനെ മേടിക്കുന്ന കുടുംബങ്ങളും ഇഞ്ചിഞ്ചായിട്ട് കണക്ക് കൊടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉറപ്പായിട്ട് പറയാം. നമ്മൾ നോക്കുമ്പോ സമൂഹത്ത് വിലയും വെച്ചെല്ലാം ഉണ്ട്. പക്ഷെ ഇഞ്ചിഞ്ചായിട്ട് ആര് ചോദിക്കും? ആ തലമുറ ദൈവം ചോദിക്കും. ആ തലമുറയുടെ തലമുറ ഇതിപ്പം കണ്ടില്ലയോ? അബ്രഹാം വിട്ടു. എത്ര തലമുറ കഴിഞ്ഞപ്പോഴാ പിടിച്ചത്? ദൈവത്തിന് വിട്ട തീമുകളെ പിടിച്ചു. ഈ ശാപത്തിലേക്ക് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ദൈവം പറഞ്ഞ ശാപത്തിലേക്ക് കൊണ്ടുവന്ന് കിട്ടും. 400 വർഷം അവിടെ കിടന്നു. ഇല്ലയോ? ഇതേപോലെ ചെയ്യുന്നവനെ ദൈവം വെറുതെ വിടത്തില്ല. ഒരു സമയമുണ്ട് ഇതിനെല്ലാം തീർത്തു പിടിച്ചു. നമ്മൾ തന്നെ പലപ്പോഴും ഓർക്കാതെ പത്രം വായിക്കും, ഇത്രയെല്ലാം വിദ്യാഭ്യാസം, ഇത്രയെല്ലാം ഉള്ള കുടുംബത്തിലാണോ ഇത് സംഭവിച്ചത്? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം അറിഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നു എങ്കിൽ ദൈവത്തിന് അതിനകത്ത് പദ്ധതിയുണ്ട്. ഇത് പ്രിയ മക്കളെ, സ്തോത്രമാലയെ നമ്മൾ കബളിപ്പിക്കപ്പെട്ടുവെങ്കിൽ നീ ഭാഗ്യവാനാ. ദൈവം നിശ്ചയമായി നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ദൈവം നിശ്ചയമായി നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. കബളിപ്പിക്കപ്പെടുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നത്. കബളിപ്പിക്കപ്പെടുന്നവനെ അല്ല അനുഗ്രഹിക്കുന്നത്, കബളിക്കപ്പെടുന്നവനെയാ. കബളിക്കപ്പെട്ടവനെയാ ദൈവത്തിന് വേണ്ടത്, അല്ലാതെ കബളിപ്പിക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. അവന് നിത്യമായി ശിക്ഷയുണ്ട്. സ്തോത്രം. ഒടുവിൽ ഈ ഒരു വാക്കാണ് വേണ്ടത്. ഇന്നത്തെ ഉപവാസത്തിനകത്ത്, ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്ക പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നീ ശക്തിപ്പെടുകയും. അപ്പൊ നമ്മൾ ശക്തിയില്ല, നമ്മളെ ശക്തി ക്ഷയിച്ചവരാ. അപ്പോൾ പറയോ, ദൈവത്തിന്റെ വചനം പറയോ, ഒടുവിൽ നീ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. കാര്യമല്ലോ, ദൈവത്തിൽ ചെന്നാൽ, നീ ദൈവത്തെ ആശ്രയിച്ചാൽ നീ ബലഹീനകൾ നിന്റെ മാറ്റും. നിനക്ക് ശക്തി കാണത്തില്ല, നീ ഭീരുവായിരിക്കും. നിന്റെ ഭീരത്വം മാറ്റും. ഇരട്ടി ശക്തിയോടും ബലത്തോടും ആര് പുറത്തു കൊണ്ടുവരും? കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നിശ്ചയമായി പുറത്തു കൊണ്ടുവരും. അതിനകത്ത് എന്ത് ചെയ്യത്തില്ല? ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, വെറുക്കത്തില്ല. അടുത്തത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ സർവായുധത്തെ ധരിച്ചുകൊള്ളേ എന്ന് പറഞ്ഞാൽ, പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ കൃപ. ആദ്യം പറഞ്ഞു, അവൻ സ്തോത്രം, മനസ്സോടെ ദൈവത്തെ സേവിക്കുന്നവനെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റും. ആ പിശാചിന്റെ തന്ത്രങ്ങളെ, ദൈവത്തിന്റെ കൽപ്പനകൾ മനസ്സിലാക്കിയവൻ, ദൈവത്തിന്റെ ശക്തിയെ മനസ്സിലാക്കിയവൻ, ദൈവത്തിന്റെ ഒടുവിൽ കർത്താവിന്റെ അമിതബലത്തെ തിരിച്ചറിഞ്ഞവന് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കുവാൻ കഴിയും. അതിനെന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധം ധരിച്ചു കൊള്ളുക. ദൈവത്തിന്റെ സർവായുധം എന്ന് പറയുമ്പോൾ എന്തുവാ? സ്തോത്രം. ദൈവത്തിന്റെ കൃപാവരങ്ങളെ, ദൈവത്തിന്റെ ആത്മാഭിഷേകത്തെ, അല്ലെങ്കിൽ ദൈവം ജ്ഞാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവീയ തേജസ്സിനെ ധരിച്ചുകൊള്ളുവിൻ. എങ്കിൽ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കയറുവാൻ കഴിയത്തില്ല. പത്രോസിന്റെ ലേഖനത്തിനകത്ത് പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, അലർന്ന സിംഹം പോലെ പിശാച് നിനക്ക് ചുറ്റുമായി വേട്ടയാടുന്നു. പക്ഷേ അവന് അലറാൻ മാത്രമേ അറിയത്തുള്ളൂ, അവന് മിഴുങ്ങുവാൻ കഴിയത്തില്ല. അവൻ മിഴുങ്ങുവാനും അലറുവാനാണ് നിന്റെ പുറമെ നിൽക്കുന്നത്, നിനക്ക് ചുറ്റും നിൽക്കുന്നത്. പക്ഷെ മിഴുങ്ങുവാനും അലറുന്നതിന്റെ ഫ്രണ്ടിൽ നിന്നെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതിന് നീ എന്ത് ചെയ്തോണം? യേശുവിനോട് ചേർന്ന് നിന്നോണം. നമുക്ക് ഒരുപാട്
പ്രതികൂലമായ വാക്കുകൾ വരാം, നമ്മളെ ബന്ധുമിത്രാദികൾ ദേശത്തു നിന്നെല്ലാം നിന്ദകൾ വരാം, പരിഹാസങ്ങൾ വരാം, നമ്മളെ വിരട്ടാം. ഈ വിരട്ടിലൊന്നും വീണ് പോലെ കാര്യം എന്തുവാ? ഇതെല്ലാം പിശാചിന് കഴിയത്തുള്ളൂ. പക്ഷെ പിശാചിന് ഒരിക്കലും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. പിശാചിന് നിന്നെ വിരട്ടാൻ പറ്റും, അവരെ നമ്മളെ നിന്ദിക്കാൻ പറ്റും, പരിഹസിക്കാൻ പറ്റും. പക്ഷെ അത് അധികം നാൾ പോകത്തില്ല. കാര്യം നീ ആരെ മുറുകി പിടിച്ചാൽ, ദൈവത്തെ മുറുകി പിടിച്ചാൽ നിനക്ക് നിശ്ചയമായി ആ വിഷയത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കുവാൻ കഴിയും. നമ്മൾ പക്ഷേ വീഴും. ഇതിനകത്ത് പറയും എന്തുവാ? പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ സർവായുധത്തെ ധരിച്ചു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അമിത, അതിന് മുമ്പേ പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവേ. അമിത ബലത്തിൽ ശക്തിപ്പെട്ട ഒരു വ്യക്തൻ പിശാചിന്റെ തന്ത്രത്തെ എന്ത് ചെയ്യും? ജയിക്കും. പിശാചിന്റെ തന്ത്രത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ് പോത്തില്ല. അവനെന്ത് എന്ത് ചെയ്യാൻ പറ്റും? ഏത് വിഷയത്തിനകത്തും അവൻ എന്ത് ചെയ്യും? മറുപടി ലഭിക്കും. പിശാചിന്റെ തന്ത്രത്തിൽ മിക്കവാറും നമ്മൾ വീണ് പോകുന്നതിന്റെ കാര്യം എന്തുവാ? നമ്മൾ ശക്തിപ്പെടുന്നില്ല. ആരിൽ? ദൈവത്താൽ ശക്തിപ്പെടുന്നില്ല. ഭർത്താവ് പറയുക, കർത്താവിൽ ശക്തിപ്പെടും, ബലം പ്രാപിക്കും, എങ്കിൽ നിന്നെ തകർക്കാൻ വരുന്ന പിശാചിനെ എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് ജയിക്കുവാൻ കഴിയും. സ്തോത്രം! ജയിക്കുവാൻ കഴിയും. ഇത് കർത്താവിനെ നമുക്ക് ജയിക്കണമെങ്കിൽ, കർത്താവിന്റെ നാമത്തിൽ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്തോണം? അമിത ബലത്തിൽ എന്ത് ചെയ്തോണം? ശക്തി പ്രാപിച്ചോണം. ദൈവത്തിന്റെ സർവായുധം ധരിപ്പി. സ്തോത്രം! ദൈവത്തിന്റെ കൃപാവരം പ്രാപിക്കുവിൻ, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കുവിൻ, ദൈവിക ശക്തി പ്രാപിക്കുവിൻ. എങ്കിൽ നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കുവാനുള്ള കൃപ ദൈവത്തിന്. സ്തോത്രം! ഹല്ലേലൂയ! അടുത്ത വാക്യം ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ള നമ്മളെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ നാട്ടുകാരോടല്ല. ജഡരക്തം എന്ന് പറയുന്നത് മനുഷ്യനോടല്ല നമ്മളെ പോരാട്ടം. മനുഷ്യനെ നമ്മളെ നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും അവമാനിക്കുന്നതെല്ലാം, നമ്മളെ ചതിക്കുന്നതും അവനാണ്. പക്ഷെ അവനോടല്ല നമ്മളെ പോരാട്ടം. അവനോടല്ല നമ്മളെ പോരാട്ടം. അടുത്തത് വാഴ്ചകളോടും അധികാരങ്ങളോടും. സ്തോത്രം! എന്തുവാ? നമ്മൾ പലപ്പോഴും നിന്ദിക്കപ്പെടുമ്പോ പരിഹസപ്പെടുമ്പോ ഓർക്കുന്നത്, ദൈവമേ എനിക്കൊരു വിടുതല കിട്ടിയായിരുന്നെങ്കിൽ, എനിക്ക് ഇന്ന ഒരു പോസ്റ്റ് കിട്ടിയായിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ എന്തോ ആഗ്രഹിക്കുന്നു? അധികാരം. അതിനോട് നമുക്ക് വേണ്ടേ? ഈ അധികാരമാ പലപ്പോഴും നമ്മളെ പാപം ചെയ്യുന്നത്. അധികാരമാ പലപ്പോഴും നമ്മളെ പാപം ചെയ്യുന്നത്. അധികാരമല്ല വേണ്ടത്, ദൈവമായിട്ടുള്ള സ്നേഹമാണ്. അധികാരത്തിൽ ആര് കൊണ്ടിരുത്തിക്കോളും? ദൈവം ഇരുത്തിക്കോളും. അപ്പോൾ ഒരിക്കലും അധികാരത്തോട് നമുക്ക് എന്ത് ചെയ്യത്തില്ല? മോഹം ഉണ്ടാവത്തില്ല. നമ്മളെ ഇനി ഏതെല്ലാം സീറ്റിൽ കൊണ്ടുവച്ച് ഏതെല്ലാം രീതിയിൽ നമ്മളെ പൊക്കിയാലും നമ്മൾ പൊങ്ങത്തില്ല. കാര്യം എന്തുവാ? നമുക്ക് ഇതൊന്നും അല്ല ആഗ്രഹം. നമ്മൾ ആഗ്രഹം ആരുമായിട്ടോ ബന്ധമാണ്? ദൈവമായിട്ടുള്ള. അപ്പോൾ നമ്മളെ പോരാട്ടം ആരോടാ? അധികാരത്തോട് വായിച്ചു. ഇല്ലയോ? ഞാൻ പാസ്റ്ററായിട്ട് ഇറങ്ങി, ഭൂരിപക്ഷം പാസ്റ്റർമാരുടെ ഉള്ളിനകത്ത്, 100% പാസ്റ്റർമാരുടെ ഉള്ളിനകത്ത് 10 പേര് അറിയണമെന്ന്. കർത്താവിന്റെ വചനം പറയുന്നു, അത് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിന്നെ അറിയപ്പെടുന്ന രീതിയിലല്ല ദൈവം ഉയർത്തിക്കൊള്ളു. പക്ഷെ അപ്പോഴും നിനക്ക് ഏതെല്ലാം രീതിയിൽ നിന്നെ കൊണ്ടിരുത്തിയാലും നിനക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടാവും. പക്ഷെ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ നീ പോകുന്ന വഴി എല്ലാം പ്രശ്നമായി, അതെല്ലാം നീ ചുമക്കേണ്ടി വരും. ഇന്ന് പലരും അതാ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും പോയി ചെന്ന് നാണം കെടുന്നതിന്റെ കാര്യമല്ല. കാര്യം എന്തുവാ? സ്വയം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം! സ്വയം ഉയർത്തുന്നവരെല്ലാം ആരുതാക്കും? കർത്താവ് താക്കും. സ്തോത്രം! ഒരു നിമിഷം നമുക്ക് ദിവസത്തിലേക്ക് ഏൽപ്പിക്കാം. ഇത് ബാക്കി നമുക്ക് എടുക്കാം. സ്തോത്രം! സ്തോത്രം! നമ്മുടെ പോരാട്ടം ആരോടാണ്? ജഡരക്തങ്ങളോടല്ല, അധികാരത്തോടും വാഴ്ചയോടും. സ്തോത്രം! ഈ അധികാരവും വാഴ്ച എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. അതിനോടാണ് നമ്മുടെ പോരാട്ടം. അതിന് ഒരിക്കലും എന്തിയല്ലേ? കീഴ്പ്പെടല്ലേ. ഇന്ന് നേതാക്കന്മാർ എത്ര മത്സരിച്ചാലും അവർ കൊതി തീർക്കാത്ത എന്താ? അധികാരത്തിന്റെ രുചി അവർക്കറിയാം. അധികാരത്തിൽ ഇരുന്നാൽ അവർക്കറിയാം അതിന്റെ വില എന്തുവാണ്. സ്തോത്രം! നമ്മൾക്ക് പോരാട്ടം അതാ എന്ന് പറഞ്ഞാൽ സ്വയം താഴ്ത്തുന്നവരെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ഈ അധികാരമോ അമികാര സ്തോത്രം ഹല്ലേലൂയ ധനമോ ഒന്നും നമ്മളെ എങ്ങും എത്തിക്കത്തില്ല. നമ്മളെ എത്തിക്കണമെങ്കിൽ ദൈവവചന പ്രകാരം ജീവിച്ചേ പറ്റൂ. ദൈവവചന പ്രകാരം ജീവിക്കുന്നവർ മാത്രമേ എന്ത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ? നിത്യത പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മളെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയാ? നിത്യതയ്ക്ക് വേണ്ടിയാ, നിത്യതയ്ക്ക് വേണ്ടിയാ. സ്തോത്രം ഹല്ലേലൂയ! നിന്നെ വിളിച്ചവനൊന്നേ ഉള്ളൂ, നിന്നെ വിളിച്ചവനൊന്നേ ഉള്ളൂ,
മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്ത അന്ത്യം താങ്ങി നടത്തിടും ആഴലേറും ജീവിൽ അമരുവിൽ നീ തളരുകയോ എനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ എനി സഹജേ കൈപ്പുള്ള വെള്ളം കൂടി ചീടിലും കൽപ്പേന പോലെ നടന്നി കൈപ്പുള്ള വെള്ളം കൂടി ചീടിലും കൽപ്പേന പോലെ നടന്നിടണം ഏൽപ്പിക്കയില്ല ശത്രു കയ്യിൽ ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ സ്വപൂരം നീ അണയും വരെയോ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ എനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ എനി സഹജേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും അവരിയ്ക്കുന്ന സ്ഥാനത്ത്, അവരിയ്ക്കുന്ന ഭവനത്തിനകത്ത്, അവർ ജോലി ചെയ്യുന്നിടത്ത്, അവരുടെ പോക്കിലെ വരവിലല്ല ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതികൂലത്തിലാണ് ഇരിക്കുന്നത്, ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നത്, ഇന്ന് യേശു ക്രിസ്തുവിന്റെ മറുപടി, യേശു ക്രിസ്തുവിന്റെ അത്ഭുതം ഇന്ന് കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട്, ഓരോ കുടുംബത്തിലേക്കും ആ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരാട്ട്. ഇന്ന് ഞങ്ങൾ ഓരോ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പോവാ.